നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ശരിയല്ലാത്ത നിലപാടെടുത്ത താരസംഘടന അമ്മയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. മുകേഷിന്റെയും ഇന്നസെന്റിന്റെയും നിലപാടിൽ സിപിഎമ്മിലും അമർഷം. വിമർശവുമായി എം എ ബേബിയും പി കെ ശ്രീമതിയും മുകേഷിനോട് ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയേക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മേൽനോട്ടം വഹിക്കുന്ന എഡിജിപി ബി സന്ധ്യയ്ക്കെതിരെ ടി പി സെൻകുമാർ. അന്വേഷണ നേതൃത്വം ഒരാളിൽ കേന്ദ്രീകരിക്കരുത്. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചിട്ടില്ലെന്ന് പിന്നീട് വിശദീകരണം. അന്വേഷണ സംഘം മികച്ചതെന്ന് ലോക്നാഥ് ബെഹ്റ. കേസ് കൈകാര്യം ചെയ്തത് തെറ്റായ രീതിയിലെന്ന് വി എസ് അച്യുതാനന്ദൻ. ഡിജിപി സ്ഥാനമൊഴിയവേ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ടി പി സെൻകുമാർ. രണ്ടാം വരവിൽ മുഖ്യമന്ത്രി പിന്തുണ നൽകി. ഭിന്നതയുണ്ട് എന്നത് മാധ്യമ സൃഷ്ടി. IPS-ൽ ക്രിമിനലുകൾ പെരുകുന്നുവെന്നും സെൻകുമാർ. ലോക്നാഥ് ബെഹ്റ DGP-ആയി ചുമതലയേറ്റു. ചരക്ക് സേവന നികുതി ഇന്ന് അർദ്ധരാത്രി മുതൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസും ഇടത് പാർട്ടികളും. സംസ്ഥാനത്ത് പുതിയ മദ്യനയം നാളെ മുതൽ. ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡ് ഉടൻ അസാധുവാക്കില്ലെന്ന് ആദായ നികുതി വകുപ്പ്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആധാർ വിവരങ്ങൾ സമർപ്പിക്കണം. ഡിസംബറിനകം ബന്ധിപ്പിച്ചില്ലെങ്കിൽ മാത്രമേ കാർഡ് അസാധുവാകൂ എന്നും ആദായ നികുതി വകുപ്പ്. കെ വേണുഗോപാൽ പുതിയ അറ്റോർണി ജനറൽ ആകും. നിയമനത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. കേന്ദ്ര വിജ്ഞാപനം ഉടൻ. ജനപ്രതിനിധികൾ ഉത്തരവാദിത്തം കാണിക്കാത്തതിന് കാരണം രാഷ്ട്രീയ ബോധമില്ലാത്തതോ? താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡിക്ക് ശേഷമുള്ള മുകേഷ് MLA-യുടെ പ്രതികരണത്തിൽ CPM-ന് അതൃപ്തി. മുകേഷിന്റെ നിലപാടിനെതിരെ കൊല്ലം ജില്ലാ നേതൃത്വവും CPM നേതാക്കളും രംഗത്ത് വന്നു. ഇടത് പിന്തുണയോടെ ജയിച്ച മറ്റു നടന്മാരുടെ നിലപാടിനെതിരെയും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഇരയുടെ കൂടിയായിരിക്കും. ഏത് സംഭവത്തിലായാലും ഇരകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലാണ് LDF ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നത്. ഈ കാര്യത്തിലും അത് തന്നെയാണ് ഗവൺമെന്റ്. ഇരയായ നടിക്കൊപ്പമാണ് എന്ന നിലപാടിനോട് ചേർന്നതായില്ല അമ്മയുടെ വാർത്താസമ്മേളനത്തിൽ MLA-മാർ നടത്തിയ ഇടപെടലുകൾ എന്ന വിമർശനമാണ് ഉയരുന്നത്. ഇടതു പിന്തുണയോടെ ജയിച്ച ഇന്നസെന്റ്, മുകേഷ്, ഗണേഷ് കുമാർ എന്നിവർ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന വിമർശനം ഉന്നത നേതാക്കൾക്കുമുണ്ട്. MA ബേബി, പി കെ ശ്രീമതി എന്നിവർ ഫേസ്ബുക്കിലൂടെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തി. പുരുഷാധിപത്യവും സ്ത്രീവിരുദ്ധവുമായ നിലപാടാണ് അമ്മയിൽ നിന്ന് ഉണ്ടായതെന്ന് പി കെ ശ്രീമതി ഫേസ്ബുക്കിൽ കുറിച്ചു. വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ പിന്തുണച്ച MA ബേബിയുടെ പോസ്റ്റും ഇടത് ജനപ്രതിനിധികൾക്കെതിരായ വിമർശനമായി. വാക്പ്രയോഗത്തിൽ സൂക്ഷ്മത വേണമെന്ന ഉപദേശം മറ്റു നേതാക്കളിൽ നിന്നും ഉണ്ടായി. ഇത്തരം പൊതു വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടങ്ങളിൽ കേരളീയ സമൂഹം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇരയുടെ പക്ഷത്ത് നിന്ന് നിലപാടെടുക്കുക എന്നതാണ്. തീർച്ചയായും ഇരയുടെ പക്ഷത്ത് നിന്ന് വേദന അനുഭവിച്ച പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെയുള്ള പരിശ്രമത്തിലേക്ക് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇടപെടുക എന്നതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതനുസരിച്ച് പൊതുപ്രവർത്തകരും എല്ലാ മേഖലയിലുള്ള ജനവിഭാഗവും ഇടപെടും എന്നതാണ് പ്രതീക്ഷ. മുകേഷിനെ തള്ളാനോ കൊള്ളാനോ ആവാത്ത അവസ്ഥയിലാണ് CPIM ജില്ലാ നേതൃത്വം. കൊല്ലത്തെത്തുമ്പോൾ മുകേഷിനോട് വിശദീകരണം ചോദിക്കണമെന്ന നിലപാടാണ് നേതൃത്വത്തിൻ്റേത്. കൊല്ലത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുകേഷിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീമതി ലാലി വിൻസെന്റ് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഡോക്ടർ ബിജു സംവിധായകൻ അടൂരിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ചേരും. CPM നേതാവ് ശ്രീ A റഹീം തിരുവനന്തപുരത്തുണ്ട്. നടൻ ദേവനെ ടെലിഫോണിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ലാലി വിൻസെന്റ്, വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരു സഹപ്രവർത്തകനോട് ഉള്ള ഐക്യം പ്രകടിപ്പിക്കുക എന്നതാണ് തങ്ങൾ ചെയ്തത് എന്ന് ന്യായീകരിക്കാവുന്ന അവസ്ഥ ഇപ്പോഴും ഈ പറഞ്ഞ അമ്മയുടെ നേതാക്കൾക്കെല്ലാം ഉണ്ട്. പക്ഷേ CPM-ന് തന്നെയും CPM-നകത്ത് നിന്ന് തന്നെയും വിമർശമുണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ, അവർക്കെതിരെ എന്ന വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങളില്ലായ്മയാണോ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്? അതിന് അവരെ വ്യക്തിപരമായി മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരെ?
ആമുഖമായി ഞാൻ പറയട്ടെ, നമുക്ക് ശക്തമായ ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടന നൽകുന്ന സമത്വവും നീതിയും എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ്. ആരും ഭരണഘടനയ്ക്ക് അതീതരല്ല. വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടെങ്കിലും സാമ്പത്തിക സൗകര്യങ്ങളുണ്ടെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ ബഹുമാനമുണ്ടെങ്കിലും ഒക്കെ ആളുകൾക്ക് ലഭിക്കുന്ന ബഹുമാനം നിലനിർത്തുക എന്ന ഉത്തരവാദിത്തം കൂടിയുണ്ട്. ജനപ്രതിനിധികളായ നടന്മാർ, അവർ നടന്മാർ മാത്രമല്ല, അവർക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ജനം തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് ബോധ്യപ്പെട്ട വസ്തുതകളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്തവരെ ആരെയും, അത് സ്വന്തം മകനായാൽ പോലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. വ്യക്തിബന്ധങ്ങൾക്ക് അനുസൃതമായി നമുക്ക് സംസാരിക്കാം, ആ വ്യക്തികളെ നന്നാക്കാൻ ശ്രമിക്കാം. പക്ഷെ അവർ കുറ്റവാളികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവരെ ശിക്ഷിക്കുകയും അരുത്, എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അരുത്. ജനഹിതം എന്താണോ, നിയമം എന്താണോ, അതിൻ്റെ കൂടെ ജനപ്രതിനിധികൾ നിൽക്കണം. ഇവിടെ കൂടുതൽ പീഡനം സഹിച്ച ഒരു നടിയുണ്ട്. അവർക്ക് ജീവന് വരെ, അവരുടെ മാനത്തിനു വരെ, അവരുടെ ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വരെ അപമാനവും പീഡയും ഉണ്ടായി എന്ന് കേരളം ഞെട്ടലോടെ കേട്ടതും അനുഭവിച്ചതുമായ കാര്യമാണ്. അതിനെ ചുറ്റിപ്പറ്റി ക്രിമിനലുകളായ ആളുകളുടെ പേരുകളും നടന്മാരുടെ പേരുകളും പിന്നെ ആരുടെയൊക്കെയോ പേരുകൾ വരാനിരിക്കുന്നതുമായ ഒരു വിഷയത്തിൽ സമചിത്തതയും മര്യാദയും എല്ലാറ്റിലും ഉപരി നീതി നടത്തണമെന്നുള്ള യഥാർത്ഥ ഉത്തരവാദിത്ത ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് വേണമായിരുന്നു ജനപ്രതിനിധികളായ MP-യും MLA-മാരും ഈ വിഷയത്തെ സമീപിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യേണ്ടിയിരുന്നത്. പകരം അവർ ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായ പ്രകടനം പോലെ തരം താഴ്ന്നു പോയി. ഇവർ 3 പേരും മറന്നുപോയി ഇവർ വിജയിച്ചത് എങ്ങനെയാണെന്ന്. ഇവർ 3 പേരും മറന്നുപോയി ഇവർ ആരുടെ ലേബലിലാണ് നിലനിൽക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവർ കാട്ടിയ ഇത്തരം പക്വതയില്ലാത്ത സമീപനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനമായിരുന്നുവോ? ആ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ് MA ബേബിയും PK ശ്രീമതിയും ഈ വിഷയത്തിന് എതിരെ പ്രതികരിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ജനപ്രതിനിധികൾ രാഷ്ട്രീയ ബോധം മാത്രമല്ല ഭരണഘടനാ വിവരവും ഒപ്പം തന്നെ നീതി നടത്തുക എന്നുള്ള മനുഷ്യധർമ്മവും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നലത്തെ അമ്മയുടെ യോഗം കുറെ കൂടി അന്തസത്ത ഉൾക്കൊണ്ട ഒരു യോഗമായി മാറുമായിരുന്നു. നടിക്ക് മാത്രമല്ല നടനും നീതി കിട്ടണം, പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളുടെ. അതാണ് അതിന്റെ ആമുഖമായി പറയാനുള്ളത്. ഇതുകൊണ്ടൊക്കെയാണ് എതിർക്കപ്പെടുന്നത് ഈ പറഞ്ഞ നടന്മാർ. ഡോക്ടർ ബിജു, അമ്മയുടെ ഭാഗത്ത് നിന്ന്, ഒരുപക്ഷെ അമ്മയുടെ ഭാഗമായിട്ടുള്ള മറ്റ് നടന്മാരിൽ നിന്ന്, മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകളിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉയർന്നിരുന്നുവെങ്കിൽ അത് ആ സഹപ്രവർത്തകന് കൊടുക്കുന്ന പിന്തുണ എന്ന നിലക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ട് CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള മുകേഷ് അടക്കമുള്ള ആളുകൾ ആ പാർട്ടി തന്നെ പ്രഖ്യാപിച്ച ഇരക്കൊപ്പമാണ് ഞങ്ങൾ എന്ന നിലപാടിന് വിരുദ്ധമായ നിലപാട് പ്രകടിപ്പിക്കുന്നു. ആ ഇരക്കൊപ്പമല്ല ഇവർ എന്ന തോന്നൽ പൊതുജന മധ്യത്തിലേക്ക് പ്രക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളും ബഹളം വെക്കലുകളും ഉണ്ടാകുന്നു. ഇവർ ജനപ്രതിനിധികളായതുകൊണ്ട്, രാഷ്ട്രീയക്കാരായതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഉയർന്ന തരം ചിന്തയുണ്ടാകും അമ്മയുടെ ഭാഗമായിരിക്കെ തന്നെ എന്ന് വിചാരിക്കുന്നതിൽ, അങ്ങനെ പ്രതീക്ഷ വെക്കുന്നതിൽ തെറ്റായത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ശരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ MLA-മാരാണ്. ഒരുപക്ഷെ ഒരു കോൺഗ്രസ് MLA ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയണം എന്ന് ഞാൻ ശഠിക്കുകയില്ല, കാരണം പല മുന്നനുഭവങ്ങളും അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ MLA-മാരാകുമ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്, മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷത്ത് വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ബാധ്യതയാണ്. ആ സമയത്താണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യക്ഷമായ ഒരു ചിഹ്നത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആ ഒരു ബോധ്യമില്ലാതെ, ഒരു ഇടതുപക്ഷത്തിൻ്റെ ബോധ്യമില്ലാതെ ഇത്തരത്തിൽ
പെരുമാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് അവരെ തിരുത്തേണ്ടതാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം അത് വളരെ ഗൗരവമായി ഇത് ഉൾക്കൊണ്ട് ഇവരെ തിരുത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എനിക്ക് തോന്നുന്നത്, മുൻപ് നമ്മൾ പലപ്പോഴും താരങ്ങളെയൊക്കെ മത്സരിപ്പിക്കുമ്പോൾ, ഇടതുപക്ഷത്തിൻ്റെ ലേബൽ മത്സരിപ്പിക്കുമ്പോൾ, മുൻപ് മുരളി മത്സരിച്ചിട്ടുണ്ട്, ശ്രീ ലെനിൻ രാജേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ മത്സരിക്കുമ്പോൾ നമ്മളൊരു കാര്യം വ്യക്തമായിരുന്നു, ഇവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു, കൃത്യമായ സാംസ്കാരിക നിലപാടുണ്ടായിരുന്നു. പക്ഷേ മാറിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധമോ സാമൂഹിക നിലപാടുകളോ ഒന്നും കണക്കിലെടുക്കാതെ അത്തരത്തിലുള്ള യാതൊരു പ്രകടനങ്ങളും ഇല്ലാത്ത ആളുകളെ ഗ്ലാമറിൻ്റെ പുറത്ത് മാത്രം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളാക്കുന്നത് ശരിയായ ഒരു നിലപാടാണോ എന്ന് ഇടതുപക്ഷം പുനഃപരിശോധിക്കേണ്ടത് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ആ ചർച്ച അത്തരത്തിലേക്ക് ഇടതുപക്ഷം ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ബിജു താങ്കളിലേക്ക്. ശ്രീ എ റഹീം, രാഷ്ട്രീയ ബോധങ്ങളില്ലാത്തവരെയാണോ നിങ്ങൾ മത്സരിപ്പിച്ച് ജനപ്രതിനിധികളാക്കിയത്? അങ്ങനെയുള്ള രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ടാണോ ഇതുപോലെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ എല്ലാവരാലും വിമർശിക്കപ്പെടുന്ന, എന്ന് വെച്ചാൽ പരോക്ഷമായിട്ട് ഇടതുപക്ഷത്തെ നേതാക്കളാൽ പോലും വിമർശിക്കപ്പെടുന്ന തരത്തിലേക്ക് അവർ തരം താണു പോയത്? അവരെ ആരാണ് തിരുത്തുക? നിങ്ങളുടെ പാർട്ടി തിരുത്തുകയാണെങ്കിൽ അതിനുള്ള ഇടപെടൽ ഈ മണിക്കൂറുകളിൽ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? യുവജന സംഘടനകൾ അടക്കമുള്ള ആളുകൾ വന്ന് നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല എന്ന നിലപാട് പറയാത്തത് എന്തുകൊണ്ടാണ്? സനീഷേ, ഇത് ശ്രീ മുകേഷിനും അതോടൊപ്പം ശ്രീ ഗണേഷ് കുമാറിനും പിന്നെ നിങ്ങൾ ശ്രീ ഇന്നസെൻറ്റിൻ്റെ പടം കൂടി കാണിക്കുന്നുണ്ട്. ഇവരുടെ മേലുള്ള കുറ്റം എന്താണ്? നടിയെക്കുറിച്ച് എന്തെങ്കിലും, ഈ ഇരയെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞവർ? ഇപ്പോൾ ദിലീപ് പോയി, ഇവരൊക്കെയായി. അതെന്ത് രാഷ്ട്രീയമാണത്? അവിടെ ഉണ്ടായ വാർത്താ സമ്മേളനത്തിൽ അവരൊരു പ്രതികരണം നടത്തിയത് നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ്. അതിനിടെയായ സാഹചര്യം എന്താണെന്ന് അവർ വിശദീകരിക്കേണ്ടതാണ്. പിന്നെ അവിടെ ഇപ്പോൾ ആ പ്രശ്നമെല്ലാം നിങ്ങൾ വിട്ടു. ആ പ്രശ്നത്തിൻ്റെ കാതലായി ഇന്നലെ വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വിട്ടു. മാധ്യമപ്രവർത്തകരെ അങ്ങനെ പറഞ്ഞോ, എന്നാൽ പിന്നെ ഇന്ന് രാത്രി ചർച്ചയിലൊന്ന് കാണിച്ചു കൊടുക്കാം എന്ന് കരുതി കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എനിക്കതിനോട് യോജിപ്പില്ല. നിങ്ങൾ അവർ ഉന്നയിച്ച പ്രശ്നം, അവർ പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അവർ നടത്തിയ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൻ്റെ അളവ് തൂക്കങ്ങളെക്കുറിച്ച് അത് വേറൊരു കാര്യമാണ്. അത് ഞാൻ ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ വരെ ചർച്ച ചെയ്ത് മാറിയിട്ട് ഇതിനെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പോലീസുതിയായി ഇവർ ഭാരമായി മാറുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ച് പറയുന്നത് മാധ്യമപ്രവർത്തകരെ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നാൽ തിരിച്ച് ഞങ്ങളും പറയും എന്ന നിലയിലുള്ള ഒരു പോർവിളിയാണ്. അത് നല്ല സംസ്കാരമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ചർച്ച മാത്രമായിരുന്നുവെങ്കിൽ ശ്രീ എ റഹീം അങ്ങനെ പറയാമായിരുന്നു. ഇന്നലെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ അവർ കുറെ ബഹളം വെച്ച് അധിക്ഷേപിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഒരു നിലപാടെടുക്കുന്നു എന്ന ആക്ഷേപം നിൽക്കുന്നതായിരുന്നു താങ്കൾ. ഞങ്ങൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ പറയുന്നതെങ്കിൽ. നോക്കൂ, ആക്രമിക്കപ്പെട്ട നടിക്കും ആരോപണത്തിന് വിധേയനായ നടനും വേണ്ടി ഒരുപോലെ നിലകൊള്ളും എന്നാണ് വ്യക്തമാക്കിയത്. കഷ്ടം. പുരുഷ മേധാവിത്വപരവും സ്ത്രീവിരുദ്ധവുമായ നിലപാടല്ലേ അത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അമ്മയ്ക്ക് യോജിച്ചതാണോ ആ പ്രസ്താവന? ഇത് എഴുതിയത് ഒരു മാധ്യമപ്രവർത്തകനോ പ്രവർത്തകയോ അല്ല, PK ശ്രീമതിയാണ്. ആ പാർട്ടിയുടെ, താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. നോക്കൂ, അവിടെ ആരോപണ വിധേയനായ ആൾക്കും ഇരയായിട്ടുള്ള ആക്രമണത്തിന് വിധേയയായ പെൺകുട്ടിക്കും ഒപ്പം ഒരേപോലെ നിലകൊള്ളും എന്നത് തെറ്റായ നിലപാടാണ് എന്ന് മുതിർന്ന സ്ത്രീ ആയിട്ടുള്ള CPM-ന്റെ നേതാവ് ഞങ്ങളോട് പറയുകയാണ്, രാജ്യത്തോട്, നാടിനോട് പറയുകയാണ്. ഇത് തെറ്റാണ്, ഇക്കാര്യത്തിൽ അമ്മയുടെ നേതൃത്വം എടുത്ത നിലപാട് തെറ്റാണ് എന്ന്. തെറ്റായ നിലപാടാണ് വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. ആരാണ് സ്വീകരിച്ചത്? അമ്മയുടെ ഭാഗമായി നിന്ന ആളുകൾ. ഇന്നസെന്റ് മിണ്ടാതിരുന്നു, അനുവാദം കൊടുത്തു. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും മിണ്ടിയില്ല. ബഹളം വെച്ച് ഈ തെറ്റാണ് എന്ന് PK ശ്രീമതി ടീച്ചർ പറയുന്ന ഈ നിലപാടിനെ മുന്നോട്ട് വെച്ചത് 2 MLA-മാരാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന MLA-മാരാണ്. കൊല്ലത്ത് CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച MLA ആണ്. ഇത് വാക്ക് അല്ലെങ്കിൽ പരസ്പരമുള്ള പോര് തീർക്കുന്നതാണോ? അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ തെറ്റായതാണ് എന്ന് മുതിർന്ന, അവരെക്കാൾ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീമതി ടീച്ചർ പറയുന്നു. നമ്മളത് മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണോ? ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല എന്നാണോ? പറയൂ ശ്രീമതി ടീച്ചറോടത്. അങ്ങനെ മുഖവിലക്കെടുക്കേണ്ട എൻ്റെ ബാധ്യത നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട, ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഞാനതിലേക്കാണ് പറഞ്ഞു വന്നത്. അവർ നടത്തിയ പ്രതികരണം, ആ പ്രതികരണം ഏതെങ്കിലും ഒരു നടിക്കെതിരായോ അല്ലെങ്കിൽ ഇരയ്ക്കെതിരായ പരാമർശങ്ങളായിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇരയ്ക്കെതിരായ പരാമർശമാണ്. അപ്പോൾ ഇതല്ല, ഇവർ അവിടെ ഉയർന്ന ചോദ്യങ്ങളോട് അവരുടെ പ്രതികരണമുണ്ടായി. ഇവിടെ വരുന്ന പ്രശ്നം സനീഷേ, ആ പ്രതികരണവും ഈ കേസന്വേഷണവും ഇരയ്ക്കുള്ള നീതിയും തമ്മിൽ എന്താ പ്രശ്നം? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉന്നയിച്ചല്ലോ, എന്തുകൊണ്ട് ഇവരത് ഉന്നയിക്കുന്നില്ല, അവിടെ അതുണ്ടാകുന്നില്ല? അവരുടെ പ്രതികരണത്തിൻ്റെയും അവരുടെ രീതിയെയും സംബന്ധിച്ച് നമുക്ക് വിമർശിക്കാം. വിമർശിക്കുന്നവരുണ്ടാകും, വിമർശനത്തിൽ കാതലുണ്ട്, അതിൽ സംസാരിക്കാം, അത് വേറൊരു ഭാഗം. ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം
ഒരു പെൺകുട്ടി, അത് നടി എന്ന് പോലും ഞാൻ പറയുന്നില്ല, ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു, ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു. ആ സ്ത്രീക്ക്, ആ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് നീതി ലഭിക്കണം. അതിൽ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുന്നതിനും ഇവരുടെ പ്രതികരണവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇവർ എന്തുകൊണ്ട് പ്രമേയം പാസാക്കിയില്ല, എന്തുകൊണ്ട് അമ്മ അവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചില്ല. അമ്മ എന്ത് നിലപാട് സ്വീകരിക്കട്ടെ. ഇപ്പൊ പണ്ട് കൊല്ലത്ത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, ഒരു നടി തന്നെയാണ് ആക്രമിക്കപ്പെട്ടത്. അന്നും അമ്മ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അന്ന് ആ നടി കുറ്റാരോപിതനായ ആളാരാണെന്ന് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. വേറൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അന്ന് ഒരു ജനപ്രതിനിധിക്കെതിരെ ശക്തമായ ആരോപണം ഉയർന്നപ്പോഴും അമ്മയുടെ നേതൃനിരയിൽ ഇതേ മൗനം തന്നെയാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തിരിച്ചു പറയാം ശ്രീ റഹീം താങ്കളിലേക്ക്. അന്നും അക്കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതൊരു രാഷ്ട്രീയ ബോധ്യമാണ്. അതായത് ഒരുപക്ഷെ ഈ സമൂഹത്തിലേക്ക് പുതുതായി വരുന്ന ഒരു രാഷ്ട്രീയ ബോധ്യം, സിനിമക്കകത്ത് മാത്രമല്ല സമൂഹത്തിലാകെ തന്നെയും ഇങ്ങനൊരു ബോധ്യം സമീപകാലം വരെ ഉണ്ടായിരുന്നില്ല. അതായത് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെയും ആക്രമണത്തിന് ആരോപണ വിധേയനായ, കുറ്റം ചെയ്ത എന്നതുപോലുമല്ല, ആരോപണ വിധേയനായ ആളെയും ഒരുപോലെ കാണരുത്. ഇരക്ക് മനോവേദന ഉണ്ടാക്കുന്ന നിലപാട് പല വിധത്തിൽ വരാം. ഇരക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നത് സമീപകാലത്ത് നിയമവ്യവസ്ഥകളിൽ പോലും മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴും അത് ബോധ്യപ്പെടുന്നില്ല ആളുകൾക്ക്. പി.കെ. ശ്രീമതി ടീച്ചർ അത് എഴുതുന്നുണ്ട്, വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യം ശരിയല്ല. ആരോപണ വിധേയനായ ആൾക്കും ഇരയായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ വിധേയമായതിൻ്റെ മുറിപ്പാടുകളുമായി ജീവിക്കാൻ വേണ്ടി പോകുന്ന സ്ത്രീക്കുമൊപ്പം ഒരേപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിൽപ്പ് ആരോപണ വിധേയനായ ആണിനൊപ്പമാണ്. പെൺകുട്ടിക്ക് ആ നിൽപ്പിന്റെ ആനുകൂല്യം കിട്ടുകയില്ല. അവരിരയായി തന്നെ തുടരും. അതൊരു പുരുഷ മേധാവിത്വപരമായ നിലപാടാണ് എന്ന് ശ്രീമതി ടീച്ചർ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ അത് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. പലരും അത് വലിയ തെറ്റില്ലാത്ത കാര്യമല്ലേ എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിചാരിക്കുന്ന ആളുകളിൽ പെട്ട ആളുകളാണ് ഈ പറയുന്ന പുരുഷന്മാരായിട്ടുള്ള രണ്ടാളുകൾ, ഗണേഷ് കുമാറും ഈ പറയുന്ന മുകേഷും അടക്കമുള്ള ആളുകൾ. അതിൽ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ആനുകൂല്യം കൂടെയുണ്ട്. ഇന്നസെന്റിന് കുറെ കാലം കൂടെ അനുഭവ പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹവും ഇത് തെറ്റായിട്ടൊന്നും വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് അദ്ദേഹം ചോദിക്കുന്ന പോലുമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ആനുകൂല്യം വെച്ചുകൊണ്ട് ഇവരെ ഒഴിവാക്കി കൊടുക്കാൻ, ഇവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടാണിത് എന്ന് പറയാൻ നമുക്ക് പൊതുസമൂഹത്തിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതെങ്ങനെ സാധിക്കും? ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡോക്ടർ ബിജു സൂചിപ്പിച്ച കാര്യമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മുരളി മത്സരിച്ച പോലെയോ ലെനിൻ രാജേന്ദ്രൻ മത്സരിച്ച പോലെയല്ല. ഇന്നസെന്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ഇടതുപക്ഷമായിട്ട് എന്ത് ബന്ധമുണ്ടായിരുന്നേ? ഇപ്പോഴെന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല. അന്നും ബന്ധമില്ല, ഇന്നും ബന്ധമില്ല. അദ്ദേഹം ഇവിടെ കുടമടയാളത്തിലാണ് മത്സരിച്ചത്. എൻ്റെ വീടിരിക്കുന്ന ചാലക്കുടി മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നത് ഇടതുപക്ഷത്തിന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിതാന്ത ബാധ്യതയായിട്ട് മാറും. ഞാൻ വലിയ പ്രവാചകരായിട്ടില്ല. എനിക്ക് ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നടനെ നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ്. എനിക്കിപ്പോഴും അദ്ദേഹത്തെ അറിയാം. അത് ഇവിടെ ഓരോ പൊതുപരിപാടികളിൽ വന്ന് എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ശുദ്ധ കോമാളിത്തരമാണ്. അദ്ദേഹത്തെ സത്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹിക്കുകയാണ്. വലിയ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. ഇതുപോലെ വേസ്റ്റാണ് അദ്ദേഹം. ഭൂമിക്ക് ഭാരമാണ് അദ്ദേഹം. എനിക്കിത് പറയാൻ ഒരു മടിയില്ല, നാണവുമില്ല, ലജ്ജാകരമാണ്. ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല. അദ്ദേഹത്തിന് പോലുള്ള ആൾക്ക് ഞാൻ ഒരിക്കലും വോട്ട് ചെയ്യില്ല. എൻ്റെ ഇടതുപക്ഷ ബോധ്യം അതിന് എന്നെ അനുവദിക്കുകയില്ല. ഞാൻ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത ആളല്ല, വോട്ട് കൊടുക്കുകയുമില്ല. അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെങ്കിൽ പിന്നൊരു അന്തസ്സുണ്ട്. ഞാൻ അതും ചെയ്തില്ല എൻ്റെ കഷ്ടകാലത്തിന്. എന്താ പറയുക, പി.സി. ചാക്കോ ജയിച്ചെങ്കിൽ ഇത്ര ഒരു അവമാനം ചാലക്കുടിക്കാർക്ക് ഉണ്ടാവാൻ പറ്റില്ല. അദ്ദേഹം നല്ലൊരു പാർലമെന്റേറിയനാണ്. കാര്യം JPC-യുടെ ഭാഗമായിട്ട് നിന്ന് അദ്ദേഹം അഴിമതിയെ അനുകൂലിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്ത ആളാണ്. എങ്കിൽ പോലും പി.സി. ചാക്കോ നല്ലൊരു പാർലമെന്റേറിയനാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം ഇല്ലാത്തത് ഇന്നിപ്പോൾ പാർലമെന്റിന്റെ നഷ്ടമാണെന്ന് വിചാരിക്കുന്ന ആളെ. ഇതുപോലെയുള്ള ഏഴാം കൂലികളെയൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചാലക്കുടിക്കാരനാണെന്ന് പറയാൻ നാണമാവും. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ വീട് ഏത് മണ്ഡലത്തിലാണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത മണ്ഡലം എറണാകുളമാണ് എന്ന് പറയേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് മുകേഷിന്റെ സ്ഥിതി. മുകേഷ് പിന്നെ O. മാധവന്റെ മകനാണ് എന്തെങ്കിലും പറയാം. അദ്ദേഹം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ അഭിനയിച്ച ആളാണ് O. മാധവൻ. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. ഇടതുപക്ഷ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് മുകേഷ് ജനിച്ചതെന്നുള്ള ഒഴിച്ചാൽ മുകേഷിന് എന്ത് ഇടതുപക്ഷ പാരമ്പര്യമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. P.K. ഗുരുദാസിനെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ഇല്ലേ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. എന്തായിരുന്നു അതിന്റെ കാരണം? P.K. ഗുരുദാസൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. P.K. ഗുരുദാസൻ 5 കൊല്ലം എക്സൈസ് മന്ത്രിയായിരുന്നിട്ട് 5 പൈസ കൈക്കൂലി മേടിക്കാത്ത ആളാണ്. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരാളെ മാറ്റി നിർത്തിയിട്ട് ഈ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കും. ഇന്നിപ്പോൾ DYFIക്ക് വായിൽ താക്കില്ല, SFIക്ക് വായിൽ താക്കില്ല. വായിൽ താക്കണമെന്ന് പറയണമെങ്കിൽ പാതാള വരണ്ടി കൊണ്ട് തപ്പി നോക്കണം ഈ സഖാക്കളുടെയൊക്കെ. ഇവിടെ MA ബേബി ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ശ്രീമതി ടീച്ചർ നിഷ്കളങ്കയായതുകൊണ്ട്, സാധു ആയതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ തെളിച്ച് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു. ഇത് ഒഴിച്ചാൽ ബാക്കി സഖാക്കളൊക്കെ എവിടെ? ഇന്നിപ്പോൾ അമ്മയുടെ നേതൃത്വത്തിൽ വലതുപക്ഷക്കാരാണ് ഇരുന്നെങ്കിൽ DYFIക്കാർ SFIക്കാർ ഇവിടെ എന്തൊക്കെ വിപ്ലവം നടത്തുമായിരുന്നു ഇല്ലേ? ഇവിടെ ശ്വേതാ മേനോന്റെ കാര്യം പറഞ്ഞു. ഇരയുടെ പേരത്തിൽ അവരുടെ പേരെ എല്ലാവരും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ സ്ത്രീക്കെതിരായിട്ട്, ആ
നടിക്കെതിരായിട്ട് ഇവിടെ അക്രമം നടന്നപ്പോൾ എല്ലാവരും അവരുടെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്കാരാണ് പരാതി കൊടുത്തത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശ്വേതാ മേനോനല്ല പരാതി കൊടുത്തത്, അവർക്ക് വേണ്ടി പരാതി കൊടുത്തത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ പരാതി കൊടുത്തു, കോൺഗ്രസ്സുകാർ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് പരാതി പിൻവലിപ്പിച്ചു. അവരെനിക്ക് കേസില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കേസ് ഒതുക്കി തീർന്നു. പീതാംബര കുറുപ്പായിരുന്നു ആരോപണ വിധേയനായത്. അദ്ദേഹത്തിന് പേര് എന്തിനാ പഠിക്കണമെന്തിനാ? പീതാംബര കുറുപ്പിനെതിരെ പരാതി കൊടുത്ത ഡിവൈഎഫ്ഐക്കാരല്ലേ? ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ എവിടെ? എന്തുകൊണ്ട് അവർ പരാതി കൊടുക്കുന്നില്ല? ഇന്നസെന്റിനെതിരെ പരാതി കൊടുക്കണ്ടേ? ആർജവം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? ഇന്നസെന്റ് ഞങ്ങളുടെ ആളല്ല എന്ന് തള്ളിപ്പറയണ്ടേ? എന്താ തള്ളിപ്പറയാത്തത്? ഇതിന്റെയൊക്കെ പുറകിൽ വേറെ രാഷ്ട്രീയമുണ്ട് സരീഷേ. എന്തുകൊണ്ടാണ് രാത്രി 13 മണിക്കൂർ ഇതെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരാ ഫോൺ വിളിച്ച് ആ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചു വരാം. കേസിന്റെ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നിശ്ചയമായും അത് രാഷ്ട്രീയത്തിന്റെ മേഖലയിലേക്ക് വന്നിട്ടുമുണ്ട്. ആ കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ റഹീം, അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ, അദ്ദേഹം പറഞ്ഞ 2 ജനപ്രതിനിധികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തനത് ശൈലിയിൽ പറഞ്ഞതിനോട് ഞാൻ എൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയാവുന്ന അവസരം ഈ 2 ഇടത് ജനപ്രതിനിധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം താങ്കൾ മറക്കരുത് ശ്രീ റഹീം. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചു വെച്ചത് അവരാണ്. അതിശക്തമായ തോതിൽ വിമർശിക്കേണ്ടതുണ്ട് അവരെ എന്ന് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് തോന്നാവുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു അവരുടേത് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ PK ശ്രീമതി ടീച്ചർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. ശ്രീ റഹീം, എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ പറയുന്ന പീതാംബരക്കുറിപ്പ് വിഷയത്തിലൊക്കെ എടുത്ത ആർജവത്തോടെയുള്ള നിലപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തത്, പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തത്? എന്നും ഇരക്കൊപ്പമാണ് ഞങ്ങൾ എന്ന പ്രസ്താവന ദിവസങ്ങൾക്ക് മുമ്പേ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെച്ചിട്ട് പോലും അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ടായിട്ട് അത് മനസ്സിലാക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? സനീഷേ, ശ്രീ ജയശങ്കർ ഇവിടെ പറഞ്ഞ പല പദങ്ങളും ഒരിക്കലും പാടില്ലാത്ത പദങ്ങളാണെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ജയശങ്കറിനേക്കാൾ കുറ്റപ്പെടുത്തുന്നത് ജയശങ്കർ ഇതിൽ 2ാം പ്രതിയും 1ാം പ്രതി ശ്രീ സനീഷുമാണ്. സനീഷ് ഈ മാധ്യമത്തിൻ്റെ അവതാരകനാണ്. ഇതുപോലൊരു മാസ് മീഡിയത്തിൽ ഇങ്ങനെ ഈ സദസ്സിലില്ലാത്ത ഒരാളെ കുറിച്ച് അവരാവട്ടെ, ജനപ്രതിനിധിയാകട്ടെ, സിനിമാ നടന്മാർ ആരോ ആകട്ടെ, ശ്രീറഹീം, എനിക്ക് ഈ കേസിൽ 2ാം പ്രതിയാകുന്നതിലോ 1ാം പ്രതിയാകുന്നതിലോ ഒരു തടസ്സവുമില്ല. അതായത് പൊതുപ്രവർത്തകർ പൊതുമണ്ഡലത്തിൽ തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞാണ് ഇവിടേക്ക് വരുന്ന ആളുകൾ, റഹീം അടക്കമുള്ള ആളുകൾ എന്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞാണ് പിന്നീട് ന്യായീകരിക്കാൻ പോകുന്നത്. അത് സിനിമാ നടന്മാരായതുകൊണ്ട് അവർക്ക് ആനുകൂല്യം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. അവരുടെയും ജീവിതം അങ്ങനെയാണ്. ആളുകൾ അതിരൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യും. നല്ല വാക്കുകൾ ഉപയോഗിക്കാതെ പരിഹസിക്കട്ടെ എന്നാണോ? അത് പല ആളുകളും പല രീതിയിലാണ് ഉപയോഗിക്കുക. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ രീതി അങ്ങനെയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പം പിടിച്ചതുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. എനിക്കതിനകത്ത് അദ്ദേഹം പറഞ്ഞതിൽ ഈ ഭൂമിക്ക് ഭാരമാണ് എന്ന് പറഞ്ഞത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയത് ഒഴിച്ചാൽ മറ്റെല്ലാ വിമർശവും അർഹിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടടിച്ചിട്ട് സനീഷെ പല ആളുകളും പല രൂപത്തിൽ പ്രതികരിക്കും. അങ്ങനെയുള്ള പല ആളുകളെയും ഇരുത്താനുള്ള ചാനൽ പ്ലാറ്റ്ഫോമാണോ നിങ്ങൾ? അങ്ങനെയുള്ള പല ആളായിട്ട് ഞാൻ ജയശങ്കറിനെ കാണുന്നില്ല ശ്രീ റഹീം. അങ്ങനെയുള്ള പല ആളുകളിൽ ഒരാളായിട്ട് ഞാൻ ജയശങ്കറെ കാണുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം അക്കാര്യത്തിൽ വിദഗ്ധനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് എതിർക്കാം, വിഷയം പറഞ്ഞ് ഇങ്ങോട്ട് എതിർക്കാം. പക്ഷെ നോക്കൂ, അദ്ദേഹത്തെ പോലൊരാളെ കൊണ്ട് പൊതുസമൂഹത്തിലിരുന്ന് വിമർശനം ഉന്നയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു കുറ്റം ഈ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? PK ശ്രീമതി ടീച്ചർക്ക് തോന്നിയിട്ടുണ്ട്. സനീഷ്, ഞാനൊന്ന് പറയട്ടെ സനീഷേ, പറഞ്ഞോളൂ. ഇപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സനീഷ് ഇടപെടുകയാണ്. താങ്കൾ വളരെ 2ാം പ്രതി ഞാനാണെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ച് പിന്നോട്ട് പോകുമെന്ന് താങ്കൾ വിചാരിക്കരുതല്ലോ, കാണുന്ന ആളുകൾ വിചാരിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ല സനീഷെ, നിങ്ങൾ പേടിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് അലങ്കാരികമായി. ഈ കാര്യത്തിൽ നിങ്ങൾക്കും ഭാഗമുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മാത്രം വാക്കുകളാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, പേടിപ്പിച്ചൊന്നുമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളുടെ വിശദീകരണം അങ്ങനെയായിരുന്നു. ആ വാക്കുകൾ എന്റേതല്ല എന്ന് പറഞ്ഞു. ആ ദൗർഭാഗ്യകരമായ വാക്കുകൾ കേട്ടപ്പോൾ ആസ്വദിച്ചിരുന്നു താങ്കൾ. അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 2, ഇവിടെ പറഞ്ഞൊരു കാര്യം, SFIയും DYFIയും എന്തുകൊണ്ട് വായിൽ നാക്കുണ്ടോ എന്ന് പാതാളക്കാരുടെ കൊണ്ട് തപ്പി നോക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞാത്തോതും ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം എന്താ, ഇപ്പോൾ പീതാംബരക്കുറിപ്പിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ DYFI പരാതി കൊടുക്കാൻ ഇറങ്ങി. ഇപ്പോൾ എന്താ, പീതാംബരക്കുറിപ്പ് ഒരാളെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഈ പറഞ്ഞത് കേട്ടാൽ ഈ ഇന്നസെന്റും ശ്രീ ഗണേഷും ഈ മുകേഷും എല്ലാം ഇവിടെ ഏതോ സ്ത്രീയെ പീഡിപ്പിച്ചതുപോലെ തോന്നുമല്ലോ. അവിടെ ഉയർന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ആ പ്രതികരിച്ച രീതിയിൽ, പ്രതികരിച്ച ഭാഷയിൽ, ശൈലിയിൽ തെറ്റുകളുണ്ട് എങ്കിൽ ആർക്കും വിമർശിക്കാം. ആ വിമർശനത്തിനുണ്ടാകും. അതിൽ DYFI എന്തിനാ പരാതി കൊടുക്കേണ്ട കാര്യം? ഇപ്പോ ഒരാളോട് പ്രതികരിക്കുന്ന രീതി അങ്ങനെയാണെങ്കിൽ ശ്രീ ജയശങ്കറിന്റെ എല്ലാം പ്രതികരണത്തിനെതിരെ എത്രയെത്ര പ്രതിഷേധ പ്രകടനങ്ങൾ കേരളത്തിൽ നടക്കണം. എല്ലാ ദിവസവും രാത്രി പ്രതിഷേധ പ്രകടനം നടക്കട്ടെ. ഇപ്പൊ ശ്രീ ജയശങ്കർ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു
ഈ ചർച്ചയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയും. ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ശ്രീ ഇന്നസെന്റിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നസെന്റിന്റെ നാട്ടിൽ ആയതുകൊണ്ട് ഞാൻ എറണാകുളത്തുകാരനാണെന്ന് ഇപ്പോൾ മാറ്റി പറയുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആദരണീയനായ ശ്രീ ജയശങ്കറിനോട് വിയോജിക്കുന്ന നിങ്ങളുടെ ഈ ഭാഷാപ്രയോഗത്തോട് കർശനമായ അഭിപ്രായ വ്യത്യാസവും വിമർശനവുമുള്ള സഹികെട്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാം അങ്ങനെയാണെങ്കിൽ കേരളത്തിലല്ല വേറെ ഏതെങ്കിലും തമിഴ്നാട്ടിലാണെന്ന് താങ്കളെ കരുതി പറയേണ്ടി വരില്ലേ? ഇന്ന് താങ്കളെന്താ ആലോചിക്കാത്തെ? അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട. ഈ ചർച്ചയ്ക്കകത്ത് നമ്മൾ വരുന്നവരെ കുറിച്ച് പറയണം, ഉയരുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പ്രതികരിക്കണം. ഉയരുന്ന വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് ഈ മുകേഷിന്റെയും അമ്മയുടെ ഭാരവാഹികളായിരുന്നവർ ഇന്നലെ ആ നേതൃത്വത്തിലിരുന്നവരുടെ പ്രതികരണത്തെ സംബന്ധിച്ച്, ആ പ്രതികരണത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സമ്മതിച്ചു തരൂ റഹീം, ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം എന്ന് പറഞ്ഞ് താങ്കൾ ഇങ്ങനെ മറഞ്ഞു പോകല്ലേ? അത് സമ്മതിച്ചു തരൂ. എന്തുകൊണ്ടെന്നാൽ ഇതേ ചോദ്യം 2-3 ദിവസം മുമ്പ് കോടിയേരി ബാലകൃഷ്ണനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഏതാണ്ട് സമാനമായിട്ടുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം ഞങ്ങൾ എന്നും ഇരക്കൊപ്പമാണല്ലോ ഞങ്ങൾ. ഈ സ്റ്റോറിയിൽ, ഞങ്ങൾ ഇപ്പോൾ പ്ലേ ചെയ്ത സ്റ്റോറിയിൽ അതുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഇരക്കൊപ്പമാണല്ലോ ഞങ്ങൾ എന്ന് അദ്ദേഹം 3 തവണ പറഞ്ഞു. അങ്ങനെയാണ് പറയേണ്ടത്, അതാണ് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത്. ആണല്ലോ, താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല, അങ്ങനെയാണ് പറയേണ്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറയുന്നു. മറ്റൊരു മുതിർന്ന സ്ത്രീ ആയിട്ടുള്ള നേതാവ് അങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഇരുകൂട്ടരും ഒരുപോലെയാണെന്ന നിലപാട് ശരിയല്ല എന്ന് പറയുന്നു. അങ്ങനെ അഭിപ്രായമുണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനപ്രതിനിധികൾ, ഒരു നിമിഷം ഞാൻ നിർത്താം, അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഉറച്ച അഭിപ്രായമുള്ള ഒരു പാർട്ടിയുടെ ജനപ്രതിനിധികൾ പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തിനൊപ്പമാണ്, ദിലീപിനെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ പ്രകടമല്ലേ? അത് വിമർശിക്കുമ്പോൾ, അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ, ആ വിമർശകരോട് ഉയർത്തുന്ന ശബ്ദത്തിന്റെ ആർജവം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്ന് പറയാനില്ലാത്തത്? ശ്രീമതി ടീച്ചർക്കുള്ള ഈ നിലപാട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഇല്ലാത്തത്? അല്ല, ഞാൻ ഒന്ന് വിശദീകരിക്കാൻ സമയം തന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം. CPIM-ന്റെ നിലപാടെന്ത് ഈ പ്രശ്നത്തിൽ? യാതൊരു സംശയവും വേണ്ട. ഈ ഇരയെന്നല്ല, ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കൊപ്പമാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലിരുന്നതും ഈ പോലീസിന്റെയും കീഴിൽ 53ാമത്തെ ദിവസം അതിൽ ആക്രമിച്ച പ്രതിക്ക് ജയിലിൽ കിടക്കുന്നത്, കുറ്റപത്രം കൊടുത്തത്. ആ കേസ്, കുറ്റപത്രം കൊടുത്ത കേസുകൾ സാധാരണ പുനരന്വേഷിക്കുക ഇല്ല, കൈകഴുകാവുന്നതാണ്. ഇതല്ല, 120B ഇനിയും നിൽക്കുന്നതാണ്. ചില പുതിയ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നു. ആ സാഹചര്യങ്ങളിൽ കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തുടരുന്നു. ഇതെല്ലാം അസ്വാഭാവികമായി നടക്കുന്നത് ഇരയ്ക്ക് നീതി കിട്ടണം എന്ന നിലയിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറ്റപത്രം കൊടുക്കുന്നത് വൈകിപ്പിക്കാമായിരുന്നു. ഇവിടെ ഇതെല്ലാം ഇരകളോടുള്ള ഐക്യദാർഢ്യം തന്നെയാണ്. ഇരകൾക്കൊപ്പമാണ്, ഈരയെന്നല്ല, ഏതൊരാൾക്കും ഒപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ ആ അഭിപ്രായ വ്യത്യാസം മുന്നോട്ട് വെക്കുന്നില്ല. ഞാൻ എന്തായാലും എനിക്കതില്ല. ശ്രീമതി ലാലി വിൻസെന്റ് ഈ പറയുന്ന, അദ്ദേഹം ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചു, അത് ഇതോട് ചേർത്ത് വെക്കാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞതുകൊണ്ട്, ഒരു അതിഥി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു വിഷയമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സമാനമായിട്ടുള്ള എത്രയോ സംഭവങ്ങളിൽ എത്രയോ സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ നിങ്ങളുടെ മുഴുസമയ രാഷ്ട്രീയക്കാരായിട്ടുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളുണ്ട്, വേണമെങ്കിൽ ഓർത്തെടുത്ത് പറയാം. ഇത് പക്ഷേ ഇവർ മുഴുസമയ രാഷ്ട്രീയക്കാരല്ല, സിനിമയ്ക്കകത്തുകൂടെ വന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരായി മാറിയ ആളുകളാണ്. അവർക്ക് ഈ നിലപാട് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് വ്യക്തിപരമായി വന്നൊരു പിശക് എന്ന് കണ്ട് ഒരല്പം ആനുകൂല്യ മനോഭാവം കൊടുക്കുക എന്നതിന് പകരം അവരെയും അവരുടെ പിന്നിലുള്ള, അവരെ ജയിപ്പിച്ച പ്രസ്ഥാനങ്ങളെയും വിമർശിക്കുന്നത് ശരിയായിരിക്കുമോ? അങ്ങനെ അവർക്കൊരു ആനുകൂല്യം നൽകാൻ എങ്ങനെ കഴിയും? ഇവർ 3 പേരും മറ്റൊരു തൊഴിൽ ചെയ്തിരുന്നവരാണ്, പ്രശസ്തരാണ്. അതെല്ലാം ഒരു വശം മാത്രമാണ്. ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായി അസംബ്ലിയിലും പാർലമെന്റിലും ചെയ്ത സത്യപ്രതിജ്ഞ അവരൊന്ന് ഓർത്തു നോക്കട്ടെ. ആരോടും പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ ഇല്ലാതെ നിഷ്പക്ഷമായും നിഷ്കപടമായും ജനാധിപത്യ മര്യാദകളും ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ നിയമങ്ങളും പരിപാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊള്ളാമെന്ന് സത്യം ചെയ്ത വ്യക്തികളാണിവര്. അവർക്ക് ജനങ്ങളോടും ഭരണഘടനയോടും രാജ്യത്തോടും എല്ലാം ഉത്തരവാദിത്തമുണ്ട്. ഇവർ തൊഴിൽ ചെയ്ത് ആ തൊഴിലിൽ നിന്ന് വന്നവരായതുകൊണ്ട് പ്രത്യേകിച്ചൊരു ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞാൽ അത് വളരെ ബാലിശമായ വാദമാണ്. പിന്നെ രാഷ്ട്രീയമായ പിൻചരടുകൾ കൊണ്ട് പല പിൻവലികൾ നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടാകുമ്പോൾ ശ്രീ റഹീമിനെ പോലെയുള്ളവർക്ക് അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുകയല്ലാതെ വേറെ എന്താ മാർഗം? അതാണ് റഹീം അവിടെ ഇരുന്ന് വിഷമിക്കുന്നത്.
ശ്രീമതി ശ്വേതാ മേനോന്റെ വിഷയത്തിലും എന്നെ പോലെയുള്ള വനിതാ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള വ്യക്തികൾ ശ്വേതയ്ക്ക് അനുകൂലമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ള വനിതാ നേതാക്കൾ ആ നിലപാട് സ്വീകരിച്ചു. ഇവിടെയാണെങ്കിൽ ശ്രീമതി ടീച്ചർ ഒട്ടും വൈകാതെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വിമൻ കളക്റ്റീവ് എന്ന സിനിമക്കകത്തെ ഫോറത്തിന് ഇവരെടുത്ത നിലപാട് ശരിയല്ല എന്ന് തോന്നലുണ്ട്. പക്ഷെ അവരത് പൂർണ്ണമായി ആ അർത്ഥത്തിൽ അതിരൂക്ഷമായി പറഞ്ഞിട്ടില്ല. ആ ഫ്രറ്റേണിറ്റിയുടെ ഐക്യം തകർക്കേണ്ട എന്ന് കരുതിയിട്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രശ്നമാണ്. സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുക. ശ്വേതാ മേനോൻ വിഷയത്തിൽ താങ്കളും ഈ വിഷയത്തിൽ പി കെ ശ്രീമതിയും ഒക്കെ പറയുന്നത് പോലെ പുരുഷ നേതാക്കൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാകണമെന്നില്ല. ആ ആനുകൂല്യം കൊടുക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ അവർ പുരുഷന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സമീപകാലത്ത് മാത്രം വന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ പിശക് പറ്റിയത് എന്ന് പറയേണ്ടതല്ലേ? ആ പിശകാണ് ജനത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത്. ഞാൻ പുരുഷന്മാർക്കെതിരല്ല, സ്ത്രീകൾക്കും എതിരല്ല. അന്ന് ശ്രീ പീതാംബര കുറുപ്പിനെ ഇങ്ങനെ ശ്വേതാ മേനോനെ പീഡിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ശ്വേതാ മേനോനെ പീതാംബര കുറുപ്പ് പീഡിപ്പിച്ചു എന്ന് കുറ്റകൃത്യം ഉണ്ടാവുകയോ തെളിയുകയോ ചെയ്യാതെ പിന്നീട് ആ കേസ് ഒത്തുതീർപ്പിലാവുകയോ തേഞ്ഞു മാഞ്ഞു പോവുകയോ ശ്വേതാ മേനോൻ തന്നെ പിൻവലിക്കുകയോ ചെയ്ത അനുഭവം നമുക്കുണ്ട്. ഇവിടെയും അതിനുള്ള സാധ്യതകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇരയെ സപ്പോർട്ട് ചെയ്യാതെ ജനപ്രതിനിധികളായവർ പുരുഷ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. അറിവില്ലായ്മയുമല്ല, കുറ്റകരമായ അനാസ്ഥ കൊണ്ട് കാണിക്കുന്ന ഇത്തരം എടുത്തുചാട്ടങ്ങൾ നീതി നിഷേധിക്കാൻ കാരണമാകും. ആർക്കെങ്കിലും നീതി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അത് നടിയാണെങ്കിലും നടനാണെങ്കിലും നിഷ്പക്ഷമായി നിഷ്കപടമായി നിൽക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ജനപ്രതിനിധികൾ അത് ആര് തന്നെയായാലും മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ജനപ്രതിനിധികൾ അവരുടെ തൊഴിലിൽ അവർ ആ ഉത്തരവാദിത്തം പിന്നോട്ട് പോയി എന്നാണ്. ഞാൻ തിരിച്ചു വരാം അതിഥികളിലേക്ക്. ഇപ്പോൾ പ്രയാഗ മാർട്ടിൻ യുവനടി, അവർ ടെലിഫോൺ ലൈനുണ്ട്. പ്രയാഗ, ഇതൊരു രാഷ്ട്രീയ തർക്കമാണ്, രാഷ്ട്രീയ ചർച്ചയാണ്. അതിനകത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഇടപെടുക താല്പര്യമുള്ള വിഷയമാവുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഈ വിഷയത്തിൽ നോക്കൂ, ആ അമ്മയുടെ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയാകെ തന്നെയും നിങ്ങളടക്കമുള്ള സ്ത്രീകളായിട്ടുള്ള സിനിമാ പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് തന്നെ വരും എന്ന് തോന്നിയിട്ടുണ്ടോ, എന്ന തോന്നലുണ്ടായിട്ടുണ്ടോ? ഇവരെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ പറയുന്ന നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അവരോടൊപ്പം ചേർന്ന് തന്നെയാണ് ഈ പറയുന്ന ആൺ നേതാക്കളെല്ലാം നിൽക്കുന്നത് എന്ന ശരിക്കുള്ള സന്തോഷമുണ്ടോ? നമസ്കാരം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1 വർഷം ആവുന്നുള്ളൂ സജീവമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ. അമ്മയിലെ ഇതെന്റെ ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു പുതിയ അന്തരീക്ഷമാണ്. എങ്കിൽ കൂടിയും ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്കും ഒരു ചെറിയ തോതിൽ ഒരു എക്സ്പീരിയൻസ്, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ രീതിയിൽ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഞാൻ റിയാക്ട് ചെയ്യേണ്ട പോലെ റിയാക്ട് ചെയ്യും, അമ്മയിൽ അറിയിക്കുകയും അമ്മ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ പിന്തുണ നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം എനിക്കെപ്പോഴും ഫോറായിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അറിയുന്നുണ്ട്, ഇപ്പൊ കറന്റ്ലി നടക്കുന്ന ഇഷ്യൂസ് എല്ലാം ഞാൻ അവെയറാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതില് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എടുക്കേണ്ടതായിട്ടുള്ള ഡിസിഷൻസ് ഓരോ കൂട്ടരും എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വിമൻ കളക്റ്റീവ് എന്നുള്ളൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഗുഡ് എന്നും വിച്ച് ഇസ് നോട്ട് നെസസറി എന്നും ഉള്ള പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്റെ ഒരു ഇതില് അമ്മ മീറ്റിംഗിൽ ഇന്നലെ ഞാൻ പോയപ്പോൾ സീനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും ഇൻ സപ്പോർട്ട് ഓഫ് വിമൻ കളക്റ്റീവ് ആയിട്ടാണ് അവിടെ സംസാരിച്ചത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു യുവ നടി എന്നുള്ള നിലയ്ക്കും മാത്രമല്ല അമ്മയിലെ പുതിയൊരു അംഗം എന്നുള്ളൊരു നിലയ്ക്കും എനിക്കിതിൽ കൂടുതൽ സംസാരിക്കാനില്ല. ഒരൊറ്റ ചോദ്യം കൂടെ, അത് ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്കല്ല. പ്രയാഗ മാർട്ടിൻ, ഈ നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇത്തരം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളിലൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ ഒരവസ്ഥയുണ്ടോ? അതായത് പുരുഷന്മാരായുള്ള ആളുകൾക്ക് എത്ര പറഞ്ഞാലും ഇത് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ അമ്മ എന്ന വലിയ സംഘടന ഉണ്ടായിട്ട് പോലും ഈ വിമൻ കളക്റ്റീവ് എന്ന സ്ത്രീകളുടേത് മാത്രമായിട്ടുള്ളൊരു സംഘടന തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പുരുഷന്മാരായാലും ഇപ്പൊ ഒരു വീട്ടിൽ ചുരുങ്ങിക്കൂടിയ ഒരു കുടുംബം ആയാൽ കൂടിയും ഒരു അച്ഛനും ഒരു ജ്യേഷ്ഠനോ അല്ലെങ്കിൽ സഹോദരനോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലം
സ്ത്രീകൾക്കുണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറായ പുരുഷന്മാരാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. അമ്മയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇന്നലെ അവര്, എസ്പെഷ്യലി ഞാൻ വളരെ സർപ്രൈസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഞാനും ന്യൂസിൽ കേട്ട ഒരു അറിവിലാണ് ഞാൻ ഇന്നലെ പോയപ്പോ കൂടുതൽ ഒരു എന്താ പറയാ, ഒരു ബ്രോഡർ ആസ്പെക്ട് ഓഫ് വിമൻ കളക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ അമ്മ എന്താണെന്ന് മനസ്സിലാക്കാനാണ് എനിക്ക് സാധിച്ചത്. വളരെ നന്ദി ശ്രീമതി പ്രയാഗ മാർട്ടിൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ഞങ്ങളോടൊപ്പം ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളോട് വന്ന് സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി പ്രയാഗ മാർട്ടിൻ. ഡോക്ടർ ബിജു, ഇന്നലെ ഈ നടന്ന സംഭവ വികാസങ്ങളെ പൊതുവിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ കാണുന്നത് മാധ്യമങ്ങളോട് ചീത്ത വിളിച്ചു. മാധ്യമങ്ങൾ എന്തോ ആ തരത്തിൽ വഷളായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് ഈ മാധ്യമങ്ങൾ, അതുകൊണ്ട് അവർക്ക് തിരിച്ചെന്തോ കിട്ടിയെന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മുൻധാരണകളെ തിരുത്താൻ മാധ്യമങ്ങൾ എല്ലാ കാലത്തും പരിശുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച ആളുകളൊന്നുമല്ല. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ രാഷ്ട്രീയം, ഇതിൻ്റെ ഈ സ്ത്രീവിരുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ സത്ത മനസ്സിലാക്കി പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ പി.കെ. ശ്രീമതിയാണ്. എം.എ. ബേബിയുടെ വിമൻ കളക്റ്റീവിന് അനുകൂലമായ നിലപാടും ഇതിനെതിരെയുള്ള വിമർശനമായിട്ട് തന്നെ കാണാവുന്നതാണ്. ഈ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന മട്ടിൽ ചെറിയാൻ ഫിലിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും ചെറുപ്പക്കാരുടെ സംഘടനയുടെ ഭാഗത്ത് നിന്നോ മറ്റോ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ്സുകാർ കൊല്ലത്ത് മുകേഷിന്റെ കോലം കത്തിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണ്, പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ്. അത് ഈ പറയുന്ന സ്ത്രീവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ സത്ത മനസ്സിലാക്കിയത് കൊണ്ട് അക്കാര്യത്തിൽ നിലപാടെടുത്തതാണ് കോൺഗ്രസ്സുകാരെന്ന് കരുതുക അങ്ങേയറ്റം അബദ്ധമായിരിക്കും. അത് എതിർ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് അവർ കോലം കത്തിച്ചു എന്ന് വെച്ചാൽ മതി. നോക്കൂ, പൊതുസമൂഹത്തിന് പോലും ബോധ്യമാകാത്ത ഈ മണിക്കൂറുകൾക്കകത്ത് ഞങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പ്രധാനപ്പെട്ട സംഘടനകൾക്കൊന്നും തോന്നാത്ത ഒരു കാര്യമാണ് ഈ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയവും ആണധികാര പ്രശ്നങ്ങളും ഒക്കെ എന്നിരിക്കെ ഈ പറയുന്ന സിനിമ എന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വിട്ട് മേലെ നിൽക്കുന്ന ഒരു സംഘടന, ഒരു മേഖലയിലെ സംഘടന, അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയമായ ശരിയായ നിലപാട് സ്വീകരിച്ചേ പറ്റൂ എന്ന് നമ്മൾ ശഠിക്കുന്നതിൽ വലിയൊരു കുഴപ്പമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ കുഴപ്പമുണ്ട്. കാരണം അമ്മ പോലെയുള്ള ഒരു സംഘടനയിൽ നിന്ന്, ഒരു എന്താ പറയുക, സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്ന് ഇതിൽ കൂടുതലായി എന്തെങ്കിലും പ്രതീക്ഷിച്ചു എന്നത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് പൂർണ്ണമായും എന്ന് തന്നെ പറയാം, ആ ഒരു അർത്ഥത്തിൽ പൂർണ്ണമായും സ്ത്രീവിരുദ്ധമായ ഒരിടമാണ്. അതിലെ പ്രമേയങ്ങൾ സ്ത്രീവിരുദ്ധമാണ്. ഏറ്റവും കടുത്ത അരാഷ്ട്രീയം ഉള്ള സിനിമകളാണ് മലയാളത്തിലുണ്ടാകുന്നത്. സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ ഏറ്റവും പ്രതിഫലം കുറച്ച്, ഒരുപക്ഷെ ഒരു നടനെ വലിയ പ്രതിഫലം ലഭിക്കുമ്പോൾ ഒരു നടിക്ക് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്ന ഒരിടമാണ് മലയാള സിനിമ. അതേപോലെ തന്നെ തൊഴിലാളികളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരിടമാണ് മലയാള സിനിമ. അപ്പോൾ ഇത്തരത്തിൽ വളരെ അസാംസ്കാരികമായ, വളരെ അരാഷ്ട്രീയമായ, വളരെ സ്ത്രീവിരുദ്ധമായ ഒരിടമായിരുന്നു മലയാള സിനിമ കുറേയേറെ കാലങ്ങളോളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയാള സിനിമയിൽ അത്ര പുരുഷ കേന്ദ്രീകൃതമായ ഒരു ഇടത്ത്, അത്തരം പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംഘടനയിൽ നിന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ പ്രതീക്ഷിക്കുന്ന മാധ്യമങ്ങളും നമ്മളൊക്കെ തന്നെയുമല്ലേ മണ്ടന്മാരാവുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീ അനുഭാവമായ ഒരു ജെൻഡർ ഈക്വാലിറ്റിയിൽപ്പെട്ട കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണമെന്ന് നമ്മൾ വാശി പിടിപ്പിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള മാനസിക നിലയിലുള്ള ആളുകളൊന്നുമല്ല ആ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നമുള്ളത് ഡോക്ടർ ബിജു, അവിടെയാണ് നമ്മുടെ മുന്നിൽ പ്രശ്നമുള്ളത്. ആ അമ്മയിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയുടെ തലപ്പത്ത് 3-4 രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മാറി നിൽക്കട്ടെ, അവർ നടന്മാർ മാത്രമാണ്. പക്ഷേ ഈ പറയുന്ന ഇന്നസെന്റ്, മുകേഷ്, ഗണേഷ് കുമാർ എന്നിങ്ങനെ 3 ആളുകൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് കുറഞ്ഞ കാലമല്ല, കുറച്ചു കാലം കൂടുതൽ ആയിട്ടുണ്ട്. അവർ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് അങ്ങോട്ട് പോയത്. ഈ പറയുന്ന ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന, നിലപാടുകളുള്ള, എഴുതി വെച്ച ഭരണഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ CPM-ന്റെ പ്രതിനിധികളായിട്ടാണ് അങ്ങോട്ട് പോയത്. ആ ആളുകളെ, ആ അരാഷ്ട്രീയമായിട്ടുള്ള അമ്മ എന്ന സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കണം പോലും പ്രാപ്തരാക്കി വിടേണ്ടുന്ന ആ ആളുകളെ ഇമ്മട്ടിൽ അതേക്കാൾ മോശമായ രീതിയിൽ പൊതുമേഖലയിലേക്ക് ഈ അമ്മ എന്ന സംഘടനയെ കൊണ്ടുവരുന്ന വിധത്തിലേക്ക് തരം താഴ്ത്തിയതിന് CPM-ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ആ സംവിധാനത്തെ തന്നെയും രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടതല്ലേ? അതെ, അവിടെയാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമുള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ അമ്മ എന്നുള്ളതിനെ ഒരു അരാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ അസാംസ്കാരികമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെയും അതിലുള്ള 3 പ്രധാനപ്പെട്ട ആളുകൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്.
അവർക്ക് കുറഞ്ഞ പക്ഷം ഒരു കുറ്റകരമാണ് എങ്കിൽ പോലും ഒരു മൗനമെങ്കിലും ആ നിലപാടെടുക്കാമായിരുന്നു. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ എടുത്തതുപോലെ ഒരു മൗനമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അവരുടെ നിലപാടുകൾ അത് ഇരയ്ക്കൊപ്പമോ അല്ലെങ്കിൽ വേട്ടക്കാരനൊപ്പമോ എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ അവരുടെ നിലപാടുകൾ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുമാധ്യമങ്ങളിൽ നിന്ന് അടച്ച് ആക്ഷേപിച്ച് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ആക്രോശമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും അത് ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല മുമ്പ്, ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഇവർ ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുള്ള ശമ്പളം പറ്റുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ വളരെ ഭരണഘടനാപരമായ ഒരു പ്രതിജ്ഞ നിറവേറ്റി പോകുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇത്ര അരാഷ്ട്രീയമായ നിലപാട് എടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ എടുക്കുന്നത് തന്നെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്, അവരെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളോടുള്ള ഒരു വഞ്ചനയാണ്. ഇത് തീർച്ചയായിട്ടും CPM പരിശോധിക്കേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷം പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കുകയും ഇത്തരത്തിലുള്ള യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത ആളുകളെ ഒന്നുകിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയോ അതല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരമുള്ള അപകടങ്ങൾ ഒഴിവാക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇടതുപക്ഷം പരിശോധിക്കേണ്ടതാണ്, തിരുത്തേണ്ടതാണ് എന്ന് ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇടതുപക്ഷം ഇക്കാര്യത്തെ പരിശോധിക്കേണ്ട ഗൗരവതരമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയുള്ള വിചാരത്തിൽ നിന്നാണല്ലോ ഇപ്പോൾ ശ്രീമതി ടീച്ചറെ പോലെ ഒരാൾ, അവർ ഒരു മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്, നേരത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വനിതയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർലമെന്റ് അംഗമാണ്. അവരുടെ ഒരു പരാമർശം തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് അവരെ പോലൊരു മുതിർന്ന നേതാവ് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഇവിടെ യുവജന സെക്രട്ടറിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ, വിദ്യാർത്ഥി സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമില്ലേ, മഹിളാ സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമില്ലേ, ഡോക്ടർ TN സീമയെ പോലുള്ള മഹതികളായ നേതാക്കളും ഉണ്ടല്ലോ ഇവിടെ, അവരൊക്കെ എവിടെ ചെയ്യുന്നു? ചിന്താ ജെറോമോടെ ഞാൻ അതാ ചോദിച്ചത്, ഇവരുടെയൊക്കെ പ്രതികരണം എന്താ വരാത്തത്? SFIയുടെ നേതാക്കന്മാരെന്താ പ്രതികരിക്കാത്തത്? DYFIയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്താ പ്രതികരിക്കാത്തത്? ഇത് ഇടതുപക്ഷത്തിന്റെ സംസ്കാരമല്ല എന്ന് പറയും ഇവരെ ആരും പേടിക്കണേ. മുകേഷാണോ ഇവിടെ ഇടതുപക്ഷത്തെ പ്രതികരിക്കുന്നത് ചോദിക്കട്ടെ. ഞാൻ ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തും, അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തിൽ നമുക്ക് ഇതിൽ കൊണ്ട് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹം ആദ്യമായിട്ടും അവസാനമായിട്ടും സിനിമാ നടനാണ്, R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്. നമ്മൾ അദ്ദേഹത്തെ ഇടതുപക്ഷക്കാരുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടതില്ല. ഇന്നസെന്റ് ഞാൻ പറഞ്ഞല്ലോ ഈ കുടമടയാളത്തിൽ വന്ന സ്വതന്ത്രനാണ്, അതും പോട്ടെ. മുകേഷിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വമില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. കൊല്ലത്ത് വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചാണ്. ഇടതുപക്ഷ മണ്ഡലമാണ് കൊല്ലം. ഗുരുദാസിനെ മാറ്റിയിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. ചാലക്കുടി വേണമെങ്കിൽ കോൺഗ്രസിന്റെ അടുത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഇറക്കിയ ഒരു സ്വതന്ത്രനാണ്. അത് ഒരു അടവ് നയ രാഷ്ട്രീയമാണെന്ന് വേണമെങ്കിൽ പറയാം, പറഞ്ഞ് വിശദീകരിച്ച് നിൽക്കാം. പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ ഇവരെന്ത് ന്യായം പറയും? മുകേഷാണോ പ്രതികരിക്കുന്നത് അതോ ശ്രീമതി ടീച്ചറാണോ? റഹീമിന് പോലും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. അദ്ദേഹം പറയുന്നത് വേറെ പല കാര്യങ്ങളാണ്. അദ്ദേഹം മറുഭാഷയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് വളരെ സ്നേഹമുള്ളൊരു ചെറുപ്പക്കാരനാണ് റഹീം പോലും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതാണ് അത്ഭുതം. ഇത് ആരാണ് ഇടതുപക്ഷത്ത് പ്രതികരിക്കുന്നത്? ശ്രീമതി ടീച്ചറാണോ മുകേഷാണോ? അതിന് ഉത്തരം പറയണം, റഹീം പറയണം. അതാണ്, അത് റഹീം പറയണം. അതിനു മുമ്പ് ഒരു നിമിഷം ഞാൻ റഹീമിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, 2.5 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന പീഡനമാണ് ആ സ്ത്രീക്ക്, ഇരയ്ക്ക്, പെൺകുട്ടി കേൾക്കേണ്ടി വന്നത്. പക്ഷേ നോക്കൂ, ദിലീപ് എത്ര ദിവസമായി ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ പരസ്യമായി ഒരു ടെലിവിഷൻ ചർച്ചക്കകത്ത് വന്ന് പറഞ്ഞു ഒരു നിർമ്മാതാവ്. ഇനിയും ആ പെൺകുട്ടിക്കൊപ്പമാണ് ഞങ്ങൾ, ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വാക്കുകൾ ഉണ്ടാകരുത് എന്നൊരു പരാമർശമെങ്കിലും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകും, അമ്മ എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നാട്ടുകാർ വിചാരിച്ചു. പല കാര്യങ്ങളിലും അവരെ ഷെയിം ചെയ്യുന്നത് നിർത്തും, അവർക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കേണ്ടത്. മറ്റതൊക്കെ കേസാണ്, പലതരത്തിലുള്ള കേസുകളിൽ പലരും പെടാറുണ്ട്. ആനക്കൊമ്പിൻ്റെ കേസിൽ മോഹൻലാൽ പോലും അങ്ങനെ കേസുള്ളതാണ്. അതുകൊണ്ട് അത്തരം കേസുകളിൽ ചിലപ്പോൾ പെട്ടുപോകും. അത് ആ വഴിക്ക് നടന്നുകൊള്ളട്ടെ, നിയമത്തിൻ്റെ വഴിക്ക്. പക്ഷേ ഈ പെൺകുട്ടി ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്, ഇനി അവരെ അപമാനിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകരുത് എന്നൊരു വാക്ക് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞങ്ങളെല്ലാം കരുതി, നാട്ടുകാർ കരുതി. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകണം എന്ന അരാഷ്ട്രീയമായ ഈ അമ്മ എന്ന കൂട്ടത്തോട് ചെന്ന് പറയേണ്ടിയിരുന്ന ചുമതലയുള്ള ആളുകൾ, രാഷ്ട്രീയമായിട്ട് ബോധ്യങ്ങളുള്ള ആളുകൾ, രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിച്ച് ജനത്തിൻ്റെ പ്രതിനിധിയായ 3 ആളുകൾ അവിടെ നിന്ന് ബഹളം വെക്കുകയായിരുന്നു. ഞങ്ങളുടെ സുഹൃത്താണ് ഇയാൾക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുക എന്ന് ബഹളം വെക്കുകയായിരുന്നു. ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു വനിതാ നേതാവിന്, മുൻ മന്ത്രിക്ക് വന്ന് ഇത് ശരിയായില്ല എന്ന് ഉറക്കെ പറയേണ്ടി വന്നു. എന്തുകൊണ്ടായിരിക്കണം അത്? അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അരാഷ്ട്രീയരായിട്ടുള്ള, പണവും ഈ നിറങ്ങൾ നിറഞ്ഞ ഈ മേഖലയുടെ ഈ പ്രസരിപ്പും മാത്രമുള്ള ആളുകൾ മാത്രമായി മാറുകയാണോ? രാഷ്ട്രീയമൊന്നും അവിടെ ഇല്ലേ? ഇത് ഇന്നലെ യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോ
രാവിലെ അവരെന്നോട് പറഞ്ഞത് ഇന്നലത്തെ മീറ്റിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു, ഞങ്ങൾ അത് സംസാരിച്ചു, ഞങ്ങൾ ഇത് സംസാരിച്ചു, അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്ത് ന്യായമാണുള്ളത് എന്ന് ചോദിച്ചപ്പോ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് ഞങ്ങളുടെ സംഘടനയുടെ ഉള്ളിലുള്ള ഒരു വിഷയമാണ്. ഈ വിഷയം ഞങ്ങളുടെ ആഭ്യന്തര വിഷയമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. ഞങ്ങൾ എന്തിന് മാധ്യമങ്ങളുടെ മുൻപിൽ ഇത് എല്ലാം തുറന്നു പറയണം? ഇത് സംഘടനയുടെ ഉള്ളിലുള്ള കാര്യം. അപ്പൊ ഞാൻ അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കാത്തതോ സിനിമയുടെ അവസരം നിഷേധിച്ചതോ അല്ല. കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു പെൺകുട്ടിയുടെ പീഡന വിഷയമാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കേസ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി സമൂഹത്തിന് വലിയൊരു മാതൃകയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സിനിമയ്ക്കും സിനിമാ സംഘടനകൾക്കും പൊതുസമൂഹത്തിനും മാധ്യമത്തിനും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ തുറന്നു പറയുന്നതിന് തുല്യമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഈ തുറന്നു പറയുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമാക്കി കൊടുത്തു. മറ്റൊരു കാര്യം, ഞാൻ ഇവരോടെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഒരു പെണ്ണെങ്കിലും എഴുന്നേറ്റ് നിന്ന് എന്തിന് നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാൾ ആ പെൺകുട്ടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അയാൾക്കെതിരെ ഒരു ചെറു വിരലെങ്കിലും സംഘടന അനക്കണ്ടേ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ അങ്ങനെ ശാസിക്കാത്തത് കൊണ്ടല്ലേ വീണ്ടും മറ്റൊരാൾ, ഒരു നിർമ്മാതാവ് പറയുന്നു 2 മണിക്കൂറല്ലേ പീഡിപ്പിച്ചുള്ളൂ എന്ന് പറയുന്നു. ഇനി നാളെ മറ്റൊരുത്തൻ പറയും. അപ്പോ ഇവിടെ വീണ്ടും 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 ആ പെൺകുട്ടിയെ ഇങ്ങനെ ഇരയാക്കിക്കൊണ്ടേയിരിക്കുന്നു, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ചോദിക്കേണ്ട, ഇപ്പൊ ഞാനൊക്കെ പറയുമ്പോ ഇതിനെ വേറെ രീതിയിലെടുക്കും, എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ മാക്സിമം സംസാരിക്കരുതെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വനിതാ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് WCC, അവരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് അവർക്ക് സംസാരിക്കാൻ തോന്നിയോ? എന്തിനാണ് നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു നടൻ ഒരു പരാമർശം നടത്തുമ്പോൾ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? അറ്റ്ലീസ്റ്റ് ഇനി മുതൽ ഒരാൾ പോലും ഇത്തരത്തിലൊരു വാക്ക് ഉപയോഗിക്കരുത്, ഞങ്ങൾ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് ഒരാൾക്കെങ്കിലും ഒരു മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി ചോദിക്കാൻ സാധിക്കാത്തത് തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണത് ശ്രീമതി ഭാഗ്യലക്ഷ്മി. പക്ഷെ അപ്പോൾ തന്നെയും നമുക്കറിയാമല്ലോ, അത് ഈ അമ്മ എന്ന് പറയുന്നത് എല്ലാ നടീനടന്മാരുടെയും സംഘടനയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അതിനകത്തും ചേരിതിരിവുകളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും, ഉന്നതരും താഴ്ന്ന ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അതിശക്തരായിട്ടുള്ള ആളുകൾക്കെതിരെ വല്ല വർത്തമാനവും പറഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് തന്നെ പിഴുതെറിയപ്പെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ പറയുന്ന ആളുകൾ കുറ്റം ചെയ്തോ എന്ന കാര്യം നമുക്കറിയില്ല. അത് അന്വേഷണത്തിന്റെ പരിധിയിലാണെങ്കിൽ തന്നെയും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും അക്കാര്യം ഏതാണ്ട് സമ്മതിച്ചതുപോലെയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. അവിടെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ അവിടെ എഴുന്നേറ്റ് എന്ന് പറയുക എന്നത് നടന്നിട്ടുണ്ടാവുകയില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങളുള്ള ആളുകൾ, ബോധ്യങ്ങളുണ്ട് എന്ന് കരുതുന്ന ആളുകൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അങ്ങോട്ട് പോയ ആളുകൾ, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ഈ നാട്ടിനെ ഈ നാടാക്കിയ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ നേതാക്കളായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ആളുകൾ ഇതാണ് നിലപാടെടുക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന എന്താണ് കഥയുണ്ടാകുന്നത്? ഈ രാഷ്ട്രീയ നേതാക്കൾ കൂടെ ആയിട്ടുള്ള താരങ്ങൾ കാണിക്കുന്ന ഈ ബാലിശമായിട്ടുള്ള നിലപാട് ഇങ്ങനെ ആയിരിക്കെ ആ സംഘടനയിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിച്ച കാര്യമുണ്ടോ? അവരവിടെ എത്തുമ്പോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരല്ലല്ലോ. അവരവിടെ എത്തുമ്പോൾ ആ സംഘടനയുടെ വക്താക്കളായിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഒരുപാട് നടീനടന്മാരോട് സംസാരിച്ചത് അത് തന്നെയാണ്. നിങ്ങളുടെ സംഘടനയിലെ മെമ്പർ ആയിരിക്കാം, പക്ഷെ അതെല്ലാത്തിനും ഉപരി അവർ ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികൾ മീഡിയയോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് തീർച്ചയായും അവർ പാലിക്കണം. കാരണം അവരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി കൂടി സംസാരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതെന്തുകൊണ്ട് അവർ മറന്നുപോയി എന്നുള്ളത് എനിക്ക് ഇടപെടുന്നത് സമയക്കുറവുകൊണ്ടാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ഞങ്ങളോടൊപ്പം സംസാരിച്ചത് വളരെയധികം നന്ദി. ശ്രീ A. റഹീം, അവർ അവിടെ എത്തുമ്പോൾ അവർ സിനിമാക്കാർ മാത്രമായി മാറിപ്പോകുന്നു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല,
അവർ കുറേ കാലം സിനിമാക്കാരായിരുന്ന ആളുകളാണ്. ഇന്നസെൻ്റ് ആണെങ്കിലും മുകേഷ് ആണെങ്കിലും ഗണേഷ് ആണെങ്കിലും അവർ ആ മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് വന്നു എന്നേ ഉള്ളൂ. അവരവിടെ എത്തുമ്പോൾ അവർ തന്നെ ആയിക്കൊള്ളട്ടെ, അവരെ ബാലിശമായിട്ട് കണ്ട് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ, അവരെടുത്ത നിലപാട് ശരിയല്ല എന്ന് വിമർശിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ അങ്ങനെയല്ലോ. എന്തൊരു ആദരവ് ലഭിക്കുന്ന നിലപാടാണ് ഇന്ന് PK ശ്രീമതി സ്വീകരിച്ചത്. എത്രക്ക് ആദരവ് ലഭിക്കുന്ന നിലപാടാണ് MA ബേബി സ്വീകരിച്ചത്. PK ശ്രീമതി അതിൻ്റെ രാഷ്ട്രീയം ആ പറയുന്ന പോസ്റ്റിനകത്ത് വളരെ ചുരുക്കി അങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു. ഇതാ ഈ നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടത്, അതുണ്ടായിട്ടില്ല എന്ന്. ഞങ്ങൾ ഇരക്കൊപ്പമാണ് എന്ന നിലപാട് 2, 3, 4 ദിവസം മുമ്പ് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശ്രീമതി ലാലി വിൻസെൻ്റ് അവിടെ നിന്ന് ഈ കാര്യം പറയുന്നുണ്ട്. അവരുടെ പല വിഷയങ്ങൾ വന്നപ്പോഴും ഈ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. രാഷ്ട്രീയ നേതാക്കൾ എല്ലാ കാലത്തും രാഷ്ട്രീയ നേതാക്കളായി നിന്നേ പറ്റൂ. രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെ നിന്നേ പറ്റൂ. സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ, സമൂഹത്തിലെ തലമുറ മാറ്റം, പ്രശ്നങ്ങൾ മാറി വരുന്നത്, പുതിയ രാഷ്ട്രീയങ്ങൾ ഉണ്ടാകുന്നത് അത് അറിഞ്ഞല്ലേ പറ്റൂ. അതറിയുന്നില്ല. ഈ മണിക്കൂറുകളായിട്ട് പോലും യുവജന സംഘടനകളോ മറ്റോ ഇക്കാര്യം മനസ്സിലാക്കി പ്രതികരിക്കുന്നില്ല എന്ന ആക്ഷേപം ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് പോലും നിൽക്കുന്നു. ശ്രീ റഹീം, താങ്കൾക്ക് സമയമെടുത്ത് വിശദീകരിക്കാം. സനീഷേ, ഒരു CPIM-ൻ്റെ പ്രതിനിധിയായി മത്സരിച്ച ആളാണ് സഖാവ് മുകേഷ്. യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നമ്മുടെ പാർട്ടിക്കും സ്വാഭാവികമായിട്ടും ഇടതു ജനാധിപത്യ പ്രസ്ഥാനത്തിനുമെല്ലാം ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ മറ്റിട പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ സ്വാഭാവികമായി അദ്ദേഹം പുലർത്തേണ്ട എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇവിടെ എനിക്ക് ന്യായമായൊരു സംശയം, അവർ ചെയ്ത കുറ്റം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. ഞാൻ മനസ്സിലാക്കി തരാം. അവർ ചെയ്ത കുറ്റം ഞാൻ താങ്കൾക്ക് മനസ്സിലാക്കി തരാം. അത് PK ശ്രീമതിയുടെ പോസ്റ്റ് ഒന്നുകൂടെ വായിച്ചാൽ താങ്കൾക്ക് അത് മനസ്സിലാകും. അമ്മ ഒരു നല്ല സംഘടനയാണ്, എന്നാൽ അമ്മയ്ക്ക് ഒരു മിനിറ്റ് അല്ല സനീഷ്, ഒറ്റ കാര്യം പ്ലീസ്. അതായത് സഖാവ് PK ശ്രീമതി അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വാർത്തയോട് പ്രതികരിച്ചതാണ്. ഞാൻ പറയും, നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ പറയുന്ന രണ്ടുപേർ ചെയ്ത തെറ്റ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മുകേഷ് ചെയ്ത തെറ്റ് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ എന്താ, ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായി ശരിയാണെങ്കിൽ, ഞാൻ ആ വാർത്താ സമ്മേളനം പൂർണ്ണമായി കണ്ട ആളല്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് ദിലീപ്, അയാൾ നിങ്ങൾ കുറേ ദിവസമായി വേട്ടയാടുന്നു, ഞങ്ങൾ അയാൾക്ക് ഇതല്ലേ പറഞ്ഞത്, ഇത് തന്നെയാണല്ലോ. ദിലീപ് അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്, പറയട്ടെ. അതെ സനീഷ്, ഞാൻ സനീഷിനോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ, കുറ്റാരോപിതൻ എന്ന് പറയുന്ന സംശയത്തിന് നിലനിൽക്കുന്നയാൾ പൂർണ്ണമായി തെറ്റുകാരനാണെന്ന് സനീഷിന് വിശ്വാസമുണ്ടോ? ആര് പറയുന്നു? ആരും പറഞ്ഞില്ലല്ലോ. തെറ്റിതാണ് റഹീം. ഈ മുകേഷ് താങ്കളെ പോലുള്ള ഒരാൾക്ക് ഈ തെറ്റ് ഞാൻ ഒരു നിമിഷം ഞാൻ പറഞ്ഞുതരാം. ഒരു നിമിഷം ശ്രീ റഹീം, ഈ ചർച്ചയുടെ അവസാന ഭാഗത്തും ഈ തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല താങ്കൾക്കെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലാകാതിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. തെറ്റെന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ ഒരു നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആ പരിപാടി നടക്കുന്ന, അമ്മയുടെ യോഗം നടക്കുന്നിടത്തേക്ക് വരാൻ പോലും പറ്റാത്ത വിധം വീട്ടിലാണവർ. അവരുടെ പേര് പോലും പുറത്തു പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ കുറ്റാരോപിതനായ ആൾക്ക് ഇവിടെ വന്നിരിക്കാവുന്ന നിലയുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എല്ലാവരും സംസാരിക്കുന്ന നിലയുണ്ട്. മറ്റവർക്ക് അതൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് പറയുന്നത് അതിനഗ്നമായ കുറ്റമാണ്. എത്രമേൽ വലിയ കുറ്റമാണ്. ഞാൻ പോറ്റിയുടെ കോടതിയിൽ മറ്റേയാൾക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ നേതാവിന്റെ ആളാണ് താങ്കൾ. ആ പാർട്ടിയുടെ നേതാവാണ് താങ്കൾ. അപ്പോൾ അതിക്രൂരമായിട്ട് രണ്ടുപേരെയും ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ അതീശത്വമുള്ള ആളുകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്നാണ്. അതാണ് PK ശ്രീമതി വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ടും താങ്കൾ ചോദിക്കുന്നു തെറ്റെന്താണ് എന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല. തെറ്റാണത്. നിങ്ങൾ അതായത് പശുവിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു മുസ്ലിങ്ങളെങ്കിൽ പശു കൊല്ലുന്നയാളും കൊല്ലപ്പെടുന്നയാളും എല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് ശരിയാവുക? നരേന്ദ്രമോദിയും കൊല്ലപ്പെടുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളും ഒരേപോലെയാണ്. നരേന്ദ്രമോദി കുറ്റം ചെയ്യുന്നതല്ല. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്? എങ്ങനെയാണ് ശരിയാകുന്നത്? എന്താണ് തെറ്റായിട്ട് മനസ്സിലാക്കാനാകാത്തത്? അത് മുകേഷ് ആണോ പറഞ്ഞത്? മുകേഷാണ് പറഞ്ഞത്. ഇന്നസെന്റിനെ കുറിച്ച് കൂടെയല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇന്നസെന്റ് ആരുടെ പാർട്ടിയുടെ ആളാണ്? മുകേഷ് ആരുടെ പാർട്ടിയുടെ ആളാണ്? മുകേഷ് അവിടെ നിന്ന് വയലന്റ് ആയിട്ട് പെരുമാറിയതിന് അർത്ഥം ഇതല്ലേ? ഞങ്ങൾ ഇദ്ദേഹത്തിനൊപ്പമാണ് എന്നല്ലേ? എന്താണ് താങ്കൾ പറയുന്നത്? എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സനീഷ് മുകേഷിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പോകുന്നത് അരിയുടെ കാര്യം, മുകേഷ് അത് പറഞ്ഞു. മുകേഷിന്റെ ഇടപെടൽ കൊണ്ടുണ്ടായത് അതാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞു. പിന്നെ മാധ്യമങ്ങൾ പിന്നാലെ നടന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ്? ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നടന്മാരിൽ ഒരാൾ, അല്ല 3ാമത്തെ നടൻ, മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്. ഒരു നടൻ 13 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ്. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ. അതിന് പിന്നാലെ മാധ്യമങ്ങൾ പോകണ്ടേ? മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയില്ലേ? അത് അദ്ദേഹത്തെ ഒറ്റയടിച്ച് ആക്രമിക്കുകയാണോ? എന്താണ് ഈ പറയുന്നത് റഹീം? താങ്കളുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല സനീഷേ, എന്നെ പറയാനോദിച്ചല്ല, എന്താ പറയുന്നത് വെച്ചാൽ എന്നെ പറയാനോദിക്കുന്നില്ലല്ലോ. സനീഷ, ഇവിടുത്തെ പ്രശ്നം വേറൊന്നുമല്ല.
ഇവിടെ ശ്രീ മുകേഷ് അത് സംബന്ധിച്ച് വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ഇന്നസെന്റ് രണ്ടുപേരും ഒന്നാണ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കട്ടെ. ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. അത് ഇരയ്ക്കൊപ്പമാണ്. 2, ഇവർ എന്തു പറഞ്ഞാലും എന്ത് നിലപാടെടുത്താലും ഇരയ്ക്ക് നീതി കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ടോ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടോ എവിടെയും അത് ഏൽക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മഹാനടൻ, നിങ്ങൾ പറഞ്ഞല്ലോ പ്രമുഖനായ നടൻ, ഇത്രയധികം സ്വാധീന വലയത്തിലുള്ള സൗഹൃദ വലയത്തിലുള്ള ഒരു നടൻ, ആ നടൻ എന്തേ ഇത്രയും മണിക്കൂർ മാരത്തോൺ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെട്ടു? അതാണ് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി. 2, അദ്ദേഹം വീണ്ടും എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ റീഓപ്പൺ ചെയ്ത് വീണ്ടും. അപ്പോ പ്ലീസ് ഇവിടെ അതൊരു ഭാഗം. അതേസമയം ഞാൻ നിങ്ങളെ വിമർശിച്ചത് ഇവിടെ വളരെ ബോധപൂർവം അത് CPM-ന്റെ പടലേക്ക് വയ്ക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് ഒഴിഞ്ഞു മാറുന്നില്ല. കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്, ഇവരിലെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം വിശദീകരിച്ച കാര്യം ഈ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അതിനെ എടുത്ത് വേറെ രൂപത്തിലാക്കി ഇത് എന്തോ വലിയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോടുള്ള പ്രതികരണത്തെ അത് CPM ഉത്തരം പറയേണ്ട ഒരു കാര്യമാക്കി മാറ്റി. അതിലെന്തുകൊണ്ട് SFI പ്രതികരിക്കുന്നില്ല, അതിലെന്തുകൊണ്ട് DYFI പ്രതികരിക്കുന്നില്ല? എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും മനുഷ്യ സംബന്ധിയായ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായ പ്രതികരണം ആർജവത്തോടെ പറയാൻ ഈ സംഘടനകൾക്ക് ശേഷിയുണ്ട്. അതുകൊണ്ടാണ് ഈ സംഘടന എല്ലാ അക്രമങ്ങളെയും കൂസാതെ ഇപ്പോഴും നിലനിൽക്കുന്നത്. സനീഷ് അറിയാലോ അത്. എനിക്കൊരു സംശയവുമില്ല. ഞാനിവിടെ പോകുന്ന സംഘടനയാണെന്ന സംശയമൊന്നും എനിക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തില്ല എന്ന അഭിപ്രായം വലിയ തോതിലുണ്ട്. PK ശ്രീമതി ചെയ്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം അവിടെയുണ്ട്. ഇപ്പോഴും താങ്കൾ ചോദിക്കുന്നത് എന്താണ് തെറ്റ് എന്നാണ്. തെറ്റാണ് PK ശ്രീമതി രാവിലെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നില്ല? ഞാൻ എന്റെ ശബ്ദം മുഴുവൻ പറഞ്ഞു. ഞാൻ എനിക്ക് ആവുന്ന വിധത്തിൽ ഉറക്കെ പറഞ്ഞു ഇന്നതാണ് തെറ്റ്. അതായത് കുറ്റം ചെയ്തയാളും അതായത് തെറ്റിതാണ്. പശുവിന്റെ പേരിൽ കൊലപാതകം നടക്കുന്നു. നരേന്ദ്രമോദിയല്ല കൊന്നത്, പക്ഷേ നരേന്ദ്രമോദിക്ക് ആരോപണമുണ്ട്. നരേന്ദ്രമോദിയും കൊല്ലപ്പെട്ടയാളും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെയല്ല. കൊല്ലപ്പെട്ടവന്റെ കൂടെ ആദ്യം നിൽക്കുക, നരേന്ദ്രമോദി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട നേതാവാണെന്ന് പറയുക. ഈ കൊലപാതകം നടന്ന സമയത്താണെങ്കിൽ അവർക്കൊപ്പമാണ് ഞങ്ങളെന്ന് ആവർത്തിച്ച് പറയുക. ഇരക്കൊപ്പമാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി പറയുന്നത് 3 തവണയും അത് തന്നെ പറയുക. അല്ലാതെ ഒരു യോഗം കിട്ടിയപ്പോൾ ഇരയുടെ കാര്യമേ പറയുന്നില്ല, അവരെ അപമാനിച്ച ആളുടെ കാര്യമേ പറയുന്നില്ല, ഞങ്ങൾ ദിലീപിനൊപ്പമാണ്, എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് എന്ന് ആവർത്തിച്ച് ബഹളം വെച്ച് പേടിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. തെറ്റാണത്. റഹീമിനത് മനസ്സിലായിട്ടുണ്ട്, എനിക്കറിയാം. റഹീമിനത് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ റഹീം ഈ കാര്യത്തിൽ പാർട്ടി ഒറ്റപ്പെട്ടു പോകും എന്ന നിലക്ക് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, അങ്ങനെയൊന്നും ഒരു നിലപാടില്ല. അല്ല, ശ്രീ ജയശങ്കർ എന്റെ കൂടെയല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീ ജയശങ്കർ എന്റെ കൂടെയല്ലേ. സരീഷേ, ഇവിടുത്തെ പ്രശ്നവും വളരെ നിസ്സാരമാണ്. ഈ ചർച്ചയിൽ ഒരിടത്തും ഇരയുടെ നീതിയെ കുറിച്ചല്ല ചർച്ച. നിങ്ങളുടെ വ്യഗ്രത എന്താണ്? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ വ്യഗ്രത എന്താണ്? CPM-നെ കൊണ്ട് എന്തെല്ലാം ഇക്കാര്യത്തിൽ ഉത്തരം പറയിപ്പിക്കാമെന്നാണ്. CPM ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞതായി താങ്കൾ തന്നെ പറയുന്നു. ഇപ്പൊ CPM-ന്റെ ഭാഗമായി മത്സരം ജയിച്ച ഒരാള് അദ്ദേഹത്തിന്റെ വേറൊരു കോണ്ടസ്റ്റിൽ താരസംഘടന എന്നുള്ള നിലയിൽ പറയുന്നു. പിന്നെ അമ്മയിലെ സ്ത്രീ അമ്മയിൽ മാത്രമല്ല. നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ റഹീം, സമയക്കുറവുണ്ട്. രാഷ്ട്രീയവൽക്കരിക്കാൻ എല്ലാവരും രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുമോ? നമുക്കറിയാം. രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ കേരളത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ ഇപ്പോഴും പുരുഷ മേധാവിത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു സംശയവുമില്ലാത്തതാണ് റഹീം. നമുക്ക് അതിലേക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് ഖേദമുണ്ട്, സമയക്കുറവുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ റഹീം, ഞങ്ങളോട് സംസാരിക്കാൻ വന്നതിന് വളരെയധികം നന്ദി. ശ്രീമതി ലാലി വിൻസെന്റ്, ഡോക്ടർ ബിജു, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീമതി പ്രയാഗ മാർട്ടിൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന് സംസാരിച്ചതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.